Hello students, today we are going to start our next module, Diffraction of Light. We have already discussed and studied the light phenomena interference in last chapter. So this is also an important property exhibited by light, that is diffraction. Diffraction of light is familiar to you all because we have already studied basic principles and properties of diffraction of light in plus 2 classes. According to geometrical optics, light travels in straight lines. അതായത് geometrical optics അനുസരിച്ച് നമ്മുടെ ലൈറ്റ് വേവ്സ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ലൈൻസിലാണ് പാസ് ചെയ്യുന്നത്. കെയർഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എന്താണ് നമുക്ക് കാണിച്ചു തന്നത്? ലൈറ്റ് എന്താണ് ചില എഡ്ജസിലും അല്ലെങ്കിൽ സ്മോൾ സ്ലിറ്റ്സിലൂടെയൊക്കെ, അതായത് ഫോർ എക്സാമ്പിൾ സ്മോൾ സ്ലിറ്റിലൂടെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒപ്പാക്ക് ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ എഡ്ജസിലൂടെയൊക്കെ ലൈറ്റ് വേവ്സ് പാസ് ചെയ്യുമ്പോൾ അതിനെന്തുണ്ട്, ആ സ്ട്രെയിറ്റ് ലൈൻ പാത്തിന് ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഒരു ചെറിയ വളവ് അല്ലെങ്കിൽ ഒരു കേവായിട്ടത് മുമ്പോട്ട് പോകുന്ന അത്തരത്തിലുള്ള ഒരു ഫെനമിന ലൈറ്റ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ് നമ്മുടെ ഒബ്സർവേഷൻ. അതുകൊണ്ട് തന്നെ നാരോ സ്ലിറ്റ്സിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈറ്റ് എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവയ്ക്കൊരു ബെൻഡിങ് അല്ലെങ്കിൽ ഒരു ഡീവിയേഷൻ ഇൻ പാത്ത് സംഭവിക്കും. സോ ഈ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ പിന്നീട് ഒരു ബെൻഡ് മോഷൻ ആയിരിക്കും. ഓൾസോ ഈ ആഫ്റ്റർ ഡീവിയേഷൻ എന്താണ് സംഭവിക്കുക, ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോൾ ചെയ്യും. സോ ദി ഇൻറ്റൻസിറ്റി ഫോൾസ് ഓഫ് റാപ്പിഡ്ലി ആഫ്റ്റർ ഡീവിയേഷൻ ഓഫ് ലൈറ്റ്. ഇത്തരത്തിലുള്ള ഡീവിയേഷൻ എപ്പോഴാണ് നമുക്ക് നോട്ടീസബിൾ ആയിട്ട് തീരുകയെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് വെൻ ദി ഡയമെൻഷൻ ഓഫ് ദി സ്ലിറ്റ് ഈസ് കമ്പയറബിൾ ടു ദി വേവ് ലെങ്ത് ഓഫ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ് വേവ്സ്, ദെൻ ദിസ് ഡീവിയേഷൻ ഈസ് നോട്ടീസബിൾ. അതായത് നമ്മുടെ സ്ലിറ്റ് അല്ലെങ്കിൽ എഡ്ജസ് ഒരു എന്താണ് അവിടെ ഉള്ളത്, ഒരു തടസ്സം അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിളാണല്ലേ. ലൈറ്റ് വേവിൻ്റെ പാത്തിലൊരു ഒബ്സ്റ്റക്കിൾ അവിടെ ഉണ്ടെങ്കിൽ ആ ഒബ്സ്റ്റക്കിളിൻ്റെ ഡയമെൻഷൻസ്, അതായത് സൈസ്, നമ്മുടെ വേവ് ലെങ്ത്തിന് കമ്പയറബിൾ ആയിട്ടുള്ള അത്രയും സ്മോളർ നാരോഡ് സ്ലിറ്റ്സും അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസും ആണെങ്കിൽ ഈ ഒരു ഡീവിയേഷൻ നോട്ടീസബിൾ ആണ്. അല്ലാത്ത പക്ഷം, അതായത് വേവ് ലെങ്ത്തിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഡയമെൻഷനാണ് നമ്മുടെ ഒബ്സ്റ്റക്കിളിന് അല്ലെങ്കിൽ നാരോ സ്ലിറ്റോ ഒപ്പാക്ക് എഡ്ജസൊക്കെ ആണെങ്കിൽ എന്താണ്, ഈ ഒരു ഡീവിയേഷൻ നമുക്ക് നോട്ടീസബിൾ അല്ല. അതായത് സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന ലൈറ്റ് വേവ്സ് എന്ത് തന്നെയായിരിക്കും അതിൻ്റെ ആഫ്റ്റർ ഡീവിയേഷൻ, ആഫ്റ്റർ പാസിങ് ത്രൂ ദി എഡ്ജസ്, അത് സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ തന്നെ മുമ്പോട്ട് പോകും. വേവ് ലെങ്ത്ത് വരുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്ത് ഒബ്സ്റ്റക്കിൾസിൻ്റെ ഡയമെൻഷന് കമ്പയറബിൾ ആണെങ്കിൽ ഈ ഒരു ബെൻഡിങ് നന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ലെറ്റ് us എക്സ്പ്ലെയിൻ ദിസ് ഫിഗർ. ഒരു എസ് എന്നുള്ള സോഴ്സിൽ നിന്നും എന്ത് വരുന്നുണ്ട്, ലൈറ്റ് വേവ്സ് വരുന്നുണ്ട്. ഈ ഒരു എഡ്ജ് നമ്മൾ എ ബി എന്ന് പറയുന്നത് ഒരു ഒബ്സ്റ്റക്കിളാണ്, എസ് എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ് ഓഫ് ലൈറ്റ് ആണ്, സി ഡി ഇസ് എ സ്ക്രീൻ കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ദി ഒബ്സ്റ്റക്കിൾ. സോ എസ് എന്നുള്ള സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് വേവ്സ് എന്ത് പറ്റും, അത് നമ്മൾ കരുതുക ഡീവിയേഷനൊന്നും ഇല്ലാണ്ട് സ്ട്രെയിറ്റ് ലൈനിൽ പോവുകയാണെങ്കിൽ ഇത് ഒ ആണ്, സി ഒ ഡി എന്നാണ് നമ്മളെ സ്ക്രീനിൻ്റെ പേര്. അപ്പോൾ ബിലോ ഒ എന്താണ്, അവിടെ പെർഫെക്റ്റ് ഡാർക്ക്നെസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക അല്ലേ. എബവ് സി ഒ അല്ലെങ്കിൽ എബവ് ഒ നമുക്ക് ലൈറ്റ് ഇല്ലുമിനേറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും. ഒ ഡിയിൽ ഡാർക്ക്നെസ് ആയിരിക്കും കാണാൻ സാധിക്കുക. പക്ഷേ കെയർഫുൾ ആയിട്ടുള്ള ഒബ്സർവേഷൻ ഒരാൾ നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കാണാൻ സാധിക്കുക എന്താണെന്ന് വെച്ചാൽ ബിലോ ദ പോയിൻറ്റിലും എന്താണ്, ലൈറ്റ് എൻ്റർ ചെയ്യുന്നുണ്ട്. അവിടെ എബവ് ഓയിൽ ഒരു ഇൻറ്റൻസിറ്റി വേരിയേഷനും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം, നമ്മൾ ലൈറ്റ് വേവ്സ് ആഫ്റ്റർ പാസിങ് ത്രൂ ദിസ് ഒബ്സ്റ്റക്കിൾ അതിന് എഡ്ജസിൽ സം ഡീവിയേഷൻസ് ഇൻ പാത്ത് സംഭവിക്കുന്നുണ്ട്.
ആ ഡീവിയേഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി വേരിയേഷൻ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു ഫെനമിനൻ, അതായത് ഡിഫ്രാക്ഷൻ ഫെനമിന എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് യൂസ് ചെയ്തിട്ടല്ല, വേവ് നേച്ചർ ഓഫ് ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ്. അതായത് നമ്മുടെ ലൈറ്റ് വേവ്സ് വേവ് പാക്കറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ നടത്തുന്നത് എന്നൊരു കൺസെപ്റ്റാണ് ഇതിന് പിന്നിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ നമ്മൾ മുൻപോട്ട് പഠിക്കുന്നതാണ്. അപ്പം വേവ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ലൈറ്റ് വേവ്സ് പാർട്ടിക്കിൾസ് ആയിട്ടല്ല പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് പ്രൊപ്പഗേറ്റഡ് ത്രൂ സം വേവ് പാക്കറ്റ്സ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നതാണ് വേവ് തിയറി ഓഫ് ലൈറ്റ് പറയുന്നത്. അതാണ് നമുക്ക് ഡിഫ്രാക്ഷൻ ഫെനമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഡിഫ്രാക്ഷൻ ഫെനമിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് റെഫേഴ്സ് ടു ദി ബെൻഡിങ് ഓഫ് ലൈറ്റ് around small opaque obstacle and their encroachment within the geometrical shadow. അതിൻ്റെ geometrical shadowയിലുള്ള encroachment ആയിട്ട് നമുക്ക് ഒരു നാരോവർ സെൻസിൽ ഡിഫ്രാക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യാം. So diffraction refers to various phenomena that occur when a wave encounters an obstacle or a slit. It is also defined as the bending of waves around the corners of an obstacle or through an aperture into the region of geometrical shadow of the obstacle. നമുക്കറിയാം, here the diffracting object or aperture effectively becomes a secondary source of the propagating waves. അതായത് നമുക്ക് ഈ ഒരു ഫിഗറിൽ കണ്ടാൽ തന്നെ അറിയാം, നമ്മുടെ അപ്പർച്ചർ അല്ലെങ്കിൽ ഒരു നാരോ സ്ലിറ്റ് ഓർ ഒബ്സ്റ്റക്കിളാണ് ഡീവിയേഷൻ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇതിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് ലൈറ്റിന് ബെൻഡിങ് ഉണ്ടാകുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഡിഫ്രാക്റ്റിംഗ് ഒബ്ജക്റ്റ് എന്തായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സെക്കൻഡറി സോഴ്സ് ഓഫ് ദി പ്രൊപ്പഗേറ്റിംഗ് വേവ്സ്. ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇൻസിഡൻറ്റ് ലൈറ്റ് വേവ്സിൻ്റെ ഒരു സെക്കൻഡറി സോഴ്സ് ആയിട്ട് നമുക്ക് പ്രൈമറി സോഴ്സ് ഉണ്ട്. ഈ ഡീവിയേഷൻ ഉണ്ടാകുന്നത് ഈ ഒരു സെക്കൻഡറി സോഴ്സിൽ നിന്നുമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഓൾസോ ദ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഇസ് diffraction occurs when the size of the aperture or obstacle is similar radian dimension to the wavelength of the incident wave. നമ്മുടെ അപ്പർച്ചറിനോ അല്ലെങ്കിൽ നാരോ സ്ലിറ്റ്സിൻ്റെയൊക്കെ ഡയമെൻഷൻ എന്തായിരിക്കണം? കമ്പയറബിൾ ടു ദി ലീനിയർ ഡയമെൻഷൻസ് ഷുഡ് ബി കമ്പയറബിൾ ടു ദി വേവ് ലെങ്ത് ഓഫ് ദി ഇൻസിഡൻറ്റ് വേവ്. അതാണ് ഡിഫ്രാക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്. അപ്പോൾ ഡിഫ്രാക്ഷൻ നമുക്ക് നോട്ടീസബിൾ ആയിരിക്കണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നമ്മുടെ ലൈറ്റ് വേവ്സും ഒബ്സ്റ്റക്കിളിൻ്റെ ലീനിയർ ഡയമെൻഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. Also, the diffraction phenomena are usually divided into two categories. First one is Fresnel diffraction. And the second division is Fraunhofer diffraction. So, ഡിഫ്രാക്ഷനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ സം പ്രോപ്പർട്ടീസ്. അപ്പം ഇതിൻ്റെ ഡിവിഷൻ എന്താണ് കാരണം എന്നത് നമ്മൾ മനസ്സിലാക്കും. പേരുകൾ ഓർമ്മിച്ച് വെക്കുക, ഫ്രെനൽ ഡിഫ്രാക്ഷൻ ആൻഡ് ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ. അതിൻ്റെ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്താണ് ഓരോ ഡിഫ്രാക്ഷൻ്റെയും പ്രോപ്പർട്ടീസ് എന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. In Fresnel diffraction, the source of light and screen are in general at a finite distance from the obstacle or slit. അതായത് നമ്മുടെ സോഴ്സ് ഓഫ് ലൈറ്റും സ്ക്രീനും സ്മോൾ ഡിസ്റ്റൻസ് അപ്പാർട്ടായിരിക്കും. എന്തിൽ നിന്നും? നമ്മുടെ ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ഈ നാരോ സ്ലിറ്റ്സിൽ നിന്നും ഫൈനൈറ്റ് ഡിസ്റ്റൻസിലായിരിക്കും ഈ സോഴ്സും സ്ക്രീനും കെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫൈനൈറ്റ് ഡിസ്റ്റൻസസിൽ നമുക്കറിയാം നമ്മളെ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട്സ് ആൻഡ് ഒരു പോയിൻറ്റ് സോഴ്സസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക അല്ലേ. ഒരു പോയിൻറ്റ് സോഴ്സിൽ നിന്നും മറ്റൊരു ആഫ്റ്റർ ഡിഫ്രാക്ഷൻ വേറൊരു സെക്കൻഡറി വേവ്സ് പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. ദീസ് ആർ ദി പ്രൈമറി വേവ്സ് പ്രൊപ്പഗേറ്റിംഗ് ആൻഡ് ദീസ് ആർ ദി സെക്കൻഡറി വേവ്സ് ആഫ്റ്റർ ഡിഫ്രാക്ഷൻ. അപ്പോൾ അതിനൊരു ഡീവിയേഷൻ ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് വിളിച്ചത്. ദീസ് സോഴ്സ് ആൻഡ് സ്ക്രീൻ ദേ ആർ അറ്റ് ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദിസ് സ്ലിറ്റ്. ഇതാണ് ഫ്രെനൽ ഡിഫ്രാക്ഷൻ്റെ കണ്ടീഷൻ. സോ ഇതെല്ലാം ഫൈനൈറ്റ് ഡിസ്റ്റൻസസിൽ ആയതുകൊണ്ട് തന്നെ പ്രൈമറി വേവ് ഫ്രണ്ട്സും
സെക്കൻഡറി വേവ് ഫ്രണ്ട്സും. എന്താണ് വേവ് ഫ്രണ്ട്സ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾ +2 ടെക്സ്റ്റുകളൊന്നും കൂടി റെഫർ ചെയ്യുക. വേവ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ലൈറ്റ് വേവ്സ് കുറേ എന്താണ് ഷേപ്സിലായിട്ടാണ് അത് പ്രൊപ്പഗേഷൻ നടത്തുക. നമ്മൾ സോഴ്സിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് അത് എന്താണ് ഫൈനൈറ്റ് ഡിസ്റ്റൻസിലാണ് പ്രൊപ്പഗേഷൻ എങ്കിൽ അത് എന്താണ് നമ്മൾ വേവ് ഫ്രണ്ട്സിനെ സ്ഫെറിക്കൽ അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ നിന്നും വരുന്ന സോഴ്സസിനെ നമ്മൾ എന്തായിട്ട് പ്ലെയിൻ വേവ്സ് ആയിട്ടാണ് അത് പ്രൊപ്പഗേഷൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. സോ പ്രൈമറി വേവ് ഫ്രണ്ട്സും സെക്കൻഡറി വേവ് ഫ്രണ്ട്സും എന്താണ് ഇവിടെ സ്ഫെറിക്കൽ അല്ലെങ്കിൽ സിലിണ്ട്രിക്കലാണ് ഇൻ ദി കേസ് ഓഫ് ഫ്രെനൽ ക്ലാസ് ഓഫ് ഡിഫ്രാക്ഷൻ. In Fraunhofer diffraction, the incident wavefronts and the diffracted wavefronts, they are plane. അതായത് നമ്മുടെ സോഴ്സ് ആൻഡ് ദ സ്ക്രീൻ ആർ അറ്റ് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദി അപ്പർച്ചർ. നമ്മുടെ ഒബ്സ്റ്റക്കിളിൽ നിന്നും സോഴ്സും സ്ക്രീനും എന്താണ് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസസിലാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ക്ലാസ് ഓഫ് ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ ലൈറ്റ് ഡിഫ്രാക്ഷന് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ നിന്നും വരുന്ന ഒരു ലൈറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് എന്താണ് യൂസ് ചെയ്യുക? അത്തരത്തിലുള്ള ലൈറ്റ് വേവ്സിനുണ്ടാകുന്ന ഡിഫ്രാക്ഷൻ, ഒരു ഒബ്സ്റ്റക്കിളിൽ തട്ടിയിട്ടുണ്ടാകുന്ന ഡിഫ്രാക്ഷൻ പാറ്റേൺ നമ്മൾ സ്ക്രീനിൽ പതിപ്പിച്ച് കഴിഞ്ഞാൽ ദാറ്റ് ക്ലാസ് ഓഫ് ഡിഫ്രാക്ഷൻ നമ്മൾ ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, ഫ്രോൺഹോഫർ ക്ലാസ് ഓഫ് ഡിഫ്രാക്ഷൻ, the source and the screen are at infinite distance from the obstacle. ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ടും ഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടും എന്തായിരിക്കും? പ്ലെയിൻ ആയിരിക്കും, ബിക്കോസ് ദേ ആർ കെപ്റ്റ് അറ്റ് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസസ്. ഇതെങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും? പ്ലേസിങ് ദ സോഴ്സ് ഓൺ ദി ഫോക്കൽ പ്ലെയിൻ ഓഫ് എ കോൺവെക്സ് ലെൻസ്. അതായത് 2 ലെൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കില്ല. ഈ ഒരു ഫിഗറിൽ 2 ലെൻസ് ഉണ്ട്. ദീസ് ആർ കോൺവെക്സ് ലെൻസസ്. ഈ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ പ്ലെയിന് ഒരു എന്തുണ്ടാകും? അതിൻ്റെ ഫോക്കസ് ഉണ്ടാവും അല്ലേ? എല്ലാ ലെൻസസിനും ഫോക്കസ്, പോള് തുടങ്ങിയിട്ടുള്ള സെൻറ്റർ ഓഫ് കർവേച്ചർ തുടങ്ങിയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടാകും. അപ്പം ഇതിൻ്റെ ഫോക്കസിലാണ് എന്ത് വെച്ചിരിക്കുന്നത്? സോഴ്സ് വെച്ചിരിക്കുന്നത്. ഈ 2 കോൺവെക്സ് ലെൻസസ് എന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഴ്സിനെ നമ്മൾ ഫോക്കൽ പ്ലെയിനിലാണ് കീപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. ഫസ്റ്റ് ലെൻസിൻ്റെ ഫോക്കൽ പ്ലെയിനിലാണ് ഇത് കീപ്പ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഇൻസിഡൻറ്റ് ലൈറ്റ് വേവ്സ് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസിലാണ് സോഴ്സ് എങ്കിൽ ലൈറ്റ് എവിടെ നിന്നും വരുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. ഇതൊക്കെ നമ്മൾ മുൻപ് മിറേഴ്സിൻ്റെ അല്ല ലെൻസസിൻ്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ച കുറച്ച് പോയിൻറ്റ്സ് ഇവിടെ ഓർമ്മിക്കുന്നത്. അപ്പം എവിടെ നിന്നും വരുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക? അത് ദ ലൈറ്റ് ഈസ് കമ്മിങ് ഫ്രം ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. സോ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്നും വരുന്ന കുറച്ച് ലൈറ്റ് വേവ്സിനെ നമ്മൾ ഉണ്ടാക്കി. ഓൾസോ ഈ ലൈറ്റ് വേവ്സ് ആഫ്റ്റർ ബെൻഡിങ് അത് എന്തിലൂടെ പാസ് ചെയ്യുന്നു? ഒരു ലെൻസിലൂടെ പാസ് ചെയ്യുന്നു, ഒരു കോൺവെക്സ് ലെൻസിലൂടെ പാസ് ചെയ്യുന്നു. ഈ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ പ്ലെയിനിലാണ് സ്ക്രീൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫോക്കൽ പ്ലെയിനിലാണ് എന്തുണ്ടാവുക? ഇമേജ് ഉണ്ടാവുക അല്ലേ? ഈ ഇമേജ് എവിടെ? ഈ സെക്കൻഡ് കോൺവെക്സ് ലെൻസ് ഇതിൽ നിന്ന് ആഫ്റ്റർ ഡിഫ്രാക്ഷൻ ബെൻഡ് ചെയ്ത് വരുന്ന പാരലൽ ബീംസിനെ ആയിരിക്കും അല്ലേ? ഇത് പാരലൽ ലൈറ്റ് വേവ്സിനെ, ഇതിന് സം ബെൻഡിങ് ഉണ്ടാവുന്നേ ഉള്ളൂ. ഈ പാരലൽ ലൈറ്റ് വേവ്സിനെ എവിടത്തേക്ക് കൺവേർജ് ചെയ്യിക്കും? ഈ ഒരു സ്ക്രീനിലേക്ക് കൺവേർജ് ചെയ്യിക്കും. സോ ഇവിടെ വരുന്ന പാരലൽ ലൈറ്റ് ബീംസിനെ ഈ ഒരു സ്ക്രീനിലേക്ക് കൺവേർജിങ് ചെയ്യിക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇമേജ് ഫോം ചെയ്യാൻ ഈ രണ്ടാമത്തെ ലെൻസ് സഹായിക്കുന്നു. ഇതാണ് ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇൻ ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ ബൈ taking suitable combinations of convex lenses, we arrange the source and screen at infinite distances from the slit. ഇതാണ് 2 classes of diffraction. First one, Fresnel diffraction and Fraunhofer diffraction. നമ്മൾ എപ്പോഴും ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷനെയാണ് പ്രാക്ടിക്കലി എക്സ്പ്ലനേഷനും കാര്യങ്ങളും മുമ്പോട്ട് പഠിക്കുന്നത്. അപ്പം ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ ബിക്കോസ് എന്താണ്? ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലാണ് സോഴ്സും സ്ക്രീനും. അപ്പം മിക്ക കേസിലും നമ്മുടെ ലൈറ്റ്സൊക്കെ വരുന്നത് എവിടെ നിന്നുമാണ്? ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ നിന്നൊക്കെയാണ് നമ്മുടെ സോഴ്സസ് ഓഫ് ലൈറ്റ്